എമ്പുരാനിൽ 24 വെട്ട് റീ എഡിറ്റഡ് സെൻസർ രേഖ പുറത്ത്. സ്ത്രീകൾക്കെതിരായ എല്ലാ അതിക്രമ സീനുകളും നീക്കി. പ്രധാന വില്ലന്റെ പേര് ബൽദേവ് എന്നാക്കി. നന്ദിക്കാടിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേരും മാറ്റി. വിനീത വേണു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനീത വേണു, 17 അല്ല, ഒരു 7 കൂടി വെട്ടിയല്ലേ? തീർച്ചയായും സുജയ, സീൻ എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണേണ്ടതില്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ, അതായത് അതിൽ ഏറ്റവും വിവാദമായ ഭാഗങ്ങളാണ് നീക്കിയത്. നമുക്കറിയാവുന്നതുപോലെ ഈ സിനിമയുടെ തുടക്കത്തിലുള്ള കലാപവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ, സ്ത്രീകളെ മർദ്ദിക്കുന്ന രംഗങ്ങൾ ഇതുൾപ്പെടെ നീക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് സ്ത്രീകൾക്കെതിരായ അതിക്രമമുള്ള ഭാഗങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു ട്രോമയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള അത്രത്തോളം പൈശാചികമായ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ആ രംഗങ്ങൾ തന്നെയാണ് നീക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമ ഭാഗങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിലെ പ്രധാന വില്ലന്റെ പേര് മാറ്റണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. അത് വില്ലന്റെ പേര് ബൽദേവ് എന്നാക്കി. അതായത് വില്ലനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ റീഡബ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും ഡബ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അതിൽ പ്രധാനമായും ആദ്യന്തം, അതായത് ക്ലൈമാക്സിൽ എത്തുന്നത് വരെ പലയിടങ്ങളിലായി വന്നു പോകുന്നയാളാണല്ലോ വില്ലൻ കഥാപാത്രം. അപ്പോൾ പേര് വിളിക്കുന്നത്, അതോടൊപ്പം തന്നെ അയാളെ കുറിച്ച് സംസാരിക്കുന്നത്, അപ്പോൾ ഗോവർദ്ധന്റെ അടക്കം എല്ലാവരുടെയും സംഭാഷണത്തിൽ കടന്നു വരുന്ന ഭാഗങ്ങൾ മുഴുവൻ അവിടെ റീഡബ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇതിൽ എഡിറ്റിൽ പറയുന്ന, അതായത് റീസെൻസർ സർട്ടിഫിക്കറ്റ് അതിന് നൽകിയ അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളാണ്. വില്ലന്റെ പേര് പറയുന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കേണ്ടത്. അതിൽ ചിലത് മ്യൂട്ട് ചെയ്യുകയും ചില ഭാഗങ്ങൾ റീഡബ് ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായും സിനിമ ഇറങ്ങിയാൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽദേവ് എന്നൊക്കെ, അതായത് കൃത്യമായി അത് പരാമർശിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ വില്ലന്റെ പേര് നിർബന്ധമായും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ തന്നെയും ബൽദേവ് എന്ന പേര് ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, NIA കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കേന്ദ്ര ഏജൻസിയെ കുറിച്ച് പറയുന്ന, ദേശീയ അന്വേഷണ ഏജൻസിയെ കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ആ സിനിമയിൽ NIAയുടെ റോൾ എന്ത്, അല്ലെങ്കിൽ അവിടെ ഏത് രീതിയിൽ NIA ആ ഭാഗത്ത് അനിവാര്യമാണെന്നതൊക്കെയുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് NIAയെ കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ടെന്നതാണ്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നുൾപ്പെടെ ഇതൊരു ബിസിനസ് തന്ത്രമാണെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് സുരേഷ് ഗോപിയുടെ പേര് നീക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും സുരേഷ് ഗോപിയുടെ പേര് നന്ദിക്കാടിൽ നിന്ന് നീക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാന ഭാഗം വിമർശനം ഉയർന്നത്, ഈ മതചിഹ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗം, അതായത് ആ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ചെറിയ ഭാഗം അത് നീക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നത്. അതായത് ഈ വാഹനങ്ങളുടെ ഒരു കൂട്ടം ഇവർക്ക് അഭയം നൽകിയിരിക്കുന്ന ഇടത്തേക്ക് പോകുന്നത്, അത് കൃത്യമായും അവിടെ എന്താണോ ഈ ആരോപിക്കപ്പെടുന്നത് ആ രീതിയിൽ തന്നെയാണ് ആ മതചിഹ്നം അവിടെ നിൽക്കുന്നത്. അത് കൃത്യമായി കടന്നു പോകുന്ന സീൻ ക്ലൈമാക്സിലുമുണ്ട്. അത് റിപ്പീറ്റഡ് സീനാണ്. അതേ ആ രീതിയിൽ തന്നെയാണ് തിരിച്ച് വരുന്ന ഇവർ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. അതേ ഇടത്തേക്ക് ഈ വില്ലനെ കാണാനായി പോകുമ്പോഴും അതേ ചിഹ്നത്തിന്റെ സ്പോയിലർ ആണോ പറയുന്നത് എന്ന് സംശയമുണ്ട്. ഇത്രത്തോളം വിശദീകരിക്കുന്നതിലും ചിലപ്പോൾ അത് സിനിമ കാണുന്നവരെ അത് ബാധിച്ചേക്കും. ഏതായാലും ഇതാണ് സുജയ പറഞ്ഞതുപോലെ, 1-2 സ്ഥലങ്ങളിൽ ഈ മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനം പോകുന്ന സീനുണ്ട്. ആ ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ഷോട്ട് ഇട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അത് ഇനിയിപ്പോൾ സിനിമ വീണ്ടും കാണണം. ഏതായാലും ഒരു തവണ സിനിമ കണ്ട ആളുകളെ വീണ്ടും സിനിമാ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ, ഈ വെട്ട് എന്നത് പറയേണ്ടി വരും. മറ്റൊന്ന്, പൃഥ്വിരാജിൻ്റെ പിതാവുമായുള്ള ഒരു സംഭാഷണമുണ്ട്. അതിൽ കൃത്യമായും ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം എന്നൊക്കെ വിമർശനം ഉയർന്നതാണ്. ആ ഭാഗം കൂടി നീക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.